ഒരു സോറി ഹാമർ കണ്ടാലോ? ഈ സോറി ഹാമറിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. അതെന്താണെന്നല്ലേ? എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നു, ചേച്ചി എനിക്കൊരു സോറി ഹാമർ വേണം. ഞാനും എന്റെ ഫ്രണ്ടും വഴക്കിയിട്ടിട്ട് 1 ഇയറിലേക്ക് കടക്കുകയാണ്. ആ ഫൈറ്റ് എപ്പോഴും ഞങ്ങളുടെ മനസ്സിലൊരു പെയിൻ ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ആ ഒരു ബോണ്ടിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 5 വർഷമായിട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ USA-ലാണ്. അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഈ ഒരു സോറി ഹാമർ കൊടുക്കണം. കേട്ടപ്പോൾ തന്നെ നല്ലൊരു ഹാപ്പിനെസ് ഒക്കെ തോന്നി. എന്താല്ലേ, ഇത്രയും മനോഹരമായ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇന്നും നിലനിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു അത്ഭുതം തന്നെയാണ്. ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പിലൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ഓരോ വഴക്കുകളൊക്കെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. അതുപോലെ അവരുടെ കൂടെയുള്ള ഓരോ നിമിഷങ്ങൾ. ഈ സോറി ഹാമർ കാണുമ്പോൾ എനിക്കെന്തോ ഓർമ്മ വരുന്നുണ്ടോ? വഴക്കിട്ടിട്ടും പിന്നെ ആലോചിക്കുമ്പോൾ എന്തിനാ വഴക്കിട്ടേന്ന് പോലും ഓർക്കാൻ പറ്റാത്ത ചില ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ട്. പിന്നെ പോയി മിണ്ടണോ വേണ്ടയോ, എന്തിനാ നമ്മൾ വഴക്കിട്ടേന്ന് ആലോചിച്ചിരിക്കും. എന്തായാലും ഈ ഒരു സോറി ഹാമർ വേണ്ടിയിട്ട് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ വെക്കേണ്ട ഓരോ ഐറ്റംസും, ഓരോ കളേഴ്സ്, അവൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ ചോക്ലേറ്റ്സ്, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൂടിയാണെങ്കിൽ അതിനൊരു ഡബിൾ ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ? എന്തായാലും ഇവർ 5 വർഷത്തെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനിയും മുന്നോട്ട് പോട്ടെ. ഈ ഒരു ഹാമ്പർ ആളുടെ കയ്യിൽ കിട്ടുമ്പോഴുള്ള ഫീലിങ്സും എക്സ്പ്രഷനും ഒക്കെ എനിക്ക് കാണണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സോറി ഹാമ്പറിന് പിന്നിലുള്ള സ്റ്റോറി ഇതൊക്കെയാണ് കേട്ടോ.